Good evening, Mrs. Prabha Narendran. എന്റെ കയ്യിൽ നിന്ന് വിടൂ. എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത്. Okay. Hello, Prem Krishnan. I am Narendran, and this is Mrs. Prabha Narendran. ന്യൂ ജനറേഷൻ സിനിമ എന്ന് നമ്മളിപ്പോൾ പല സിനിമകളെയും പറയാറുണ്ട്. പക്ഷെ അന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അത് പറയുമ്പം 2008 ഇറങ്ങിയ രഞ്ജിത്തിൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ കമലഹാസൻ്റെയും ശ്രീവിദ്യയുടെയും ഒക്കെ ഒരു ലാസ്റ്റ് കോൺവെർസേഷനെ ബേസ് ചെയ്തുകൊണ്ടായ ഒരു സിനിമയാണ്. ഇപ്പോൾ വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട സിനിമ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട ഒരു ചിത്രമാണ്. അതിൽ ഒരു വളരെ ഈസി ആയിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. പൃഥ്വിരാജിൻ്റെ സംവിധായകൻ കഥാപാത്രം പറയുന്ന ഒരു ഈസി ഡയലോഗുണ്ട് കൂടുള്ള സുഹൃത്തുക്കളുടെ അടുത്ത്. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര രോമാഞ്ചമാണ്. അതിൽ അദ്ദേഹം പറയുന്നതാണ്, 1980 ഇത് മഞ്ഞുകാലം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നു. ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം എങ്ങോട്ടാണ് റെഫറൻസ്. ഇത് മഞ്ഞുകാലം എന്ന് പറയുന്ന ചിത്രം 3 പുതുമുഖങ്ങളെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നു. നായകൻ ശേഖർ, അതറിയാം ആരുടെ പേരാണ് അദ്ദേഹം പറയുന്നില്ല. ഒരു പ്രൊഡ്യൂസറുടെ മകൻ, കുറച്ചു കാലം ചോക്ലേറ്റ് നായകനായിട്ടൊക്കെ കുറച്ച് സിനിമകളിൽ നിന്നിട്ട് പിന്നീട് ഫീൽഡ് ഔട്ടായി. നായിക, ഞാൻ ആ കഥാപാത്രത്തിൻ്റെ പേര് മറന്നുപോയി, ഇതുപോലെ പ്രിയാമണി അവതരിപ്പിച്ച് ആ കഥാപാത്രത്തിനെ കുറിച്ച് കത്തി നിൽക്കുന്നു. പിന്നീട് ചേച്ചി വേഷങ്ങളിലേക്കും പിന്നീട് അമ്മ വേഷങ്ങളിലേക്കും മാറി. പിന്നെ ഇപ്പോൾ ഒരു ഗുരുതരമായ ഒരു രോഗത്തിനടിമയായി ചികിത്സയിലാണ്. എന്നിട്ട് പൃഥ്വിരാജ് ഒന്നിങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, വില്ലൻ അജയചന്ദ്രൻ കഴിഞ്ഞ 28 വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം, ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ താരം, ഏറ്റവും ജനപ്രിയനായ നടൻ ആരെയാണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. ഇത്രയും നല്ലൊരു ഇൻട്രോ ആ ചിത്രത്തിന് രഞ്ജിത്തിൻ്റെ തൂലിയിലൂടെ വന്ന അതിനപ്പുറം ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ വളരെ ഒരു അത്ഭുതമായിരുന്നു ആ സിനിമ. കാരണം ഫാസിൽ സാറിൻ്റെ ആദ്യത്തെ ചിത്രം 3 പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്നു. 150 പേരെ ഓഡിഷൻ ചെയ്തിട്ട് സെലക്ട് ചെയ്തതാണ് മോഹൻലാൽ എന്ന അതുല്യ നടനെ. എപ്പോഴും മെറിറ്റിനുള്ള ഒരു മെറിറ്റ് സെലക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. അല്ലാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം കുറേ സ്ട്രഗിൾ ചെയ്യാണ് ഇന്ത്യൻ സിനിമ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഉള്ള അത്ര പ്രതിഭാധനന്മാരായ നടന്മാരെ കിട്ടാൻ. അതെന്തുകൊണ്ടാണ്? പിന്നെ പൊട്ടിസം വലിയൊരു റീസൺ തന്നെയാണ്. അച്ഛൻ്റെ അല്ലെങ്കിൽ ചിറ്റപ്പൻ്റെ അല്ലെങ്കിൽ ഇന്നാളുടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു റിയൽ ഓഡിഷനിൽ വരുന്ന ഒരു ടാലൻറ്റ് നമ്മൾ പലപ്പോഴും ചുമക്കുകയാണ്. മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രേക്ഷകർ ചുമക്കേണ്ട അവസ്ഥയാണ്. ഇതങ്ങനെയല്ല. ഇത് 150 പേരിൽ നിന്ന് ഫാസിൽ സാറ് 96 മാർക്കിട്ട് സെലക്ട് ചെയ്ത ഒരാൾ അവിടെ തന്നെ 50% ഇതായി കഴിഞ്ഞു. ആ ചിത്രത്തിലേക്ക് വരുമ്പോൾ ശങ്കറിൻ്റെ ഈ ആക്ഷൻ, അത് ഇത്തരം ഇതൊക്കെയാണ് ട്രെൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ യൗവനത്തിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കരമായ ഒരു വീക്ക്നെസ് ആയിരുന്നു, അല്ലെ ഭയങ്കര ട്രെൻഡ് സെറ്റ് ചെയ്ത ഒരു സംഗതിയായിരുന്നു. ഈ കഥാപാത്രങ്ങൾ പോകുമ്പോൾ ഇതിന് മിഠായി വേണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളിപ്പോൾ കാണുമ്പോൾ അത് വേറൊരു ഫീലായിരിക്കും. പക്ഷെ അന്നത് പറയുക എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പുതുമയായിരുന്നു. മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ മാറി. പിന്നെ അന്ന് ഇതുപോലെ ഈ ചെറുപ്പമായിട്ടിരിക്കാനുള്ള ടെക്നിക്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നസീർ സാറോ മധു സാറോ ഒക്കെ പ്രായമായി എന്നുള്ളതേ ഉള്ളൂ, അല്ലെ. പിന്നെ ഇങ്ങനെ സോമൻ സുകുമാരൻ ആ ഒരു ഇറയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് 1980 ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ അങ്ങോട്ട് 3 പൂക്കളെ വെച്ച് വന്നപ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്കും എന്നും ഈ ചെറുപ്പക്കാരുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചേട്ടൻ എന്ന് വിളിക്കാൻ അല്ലെ താല്പര്യമുള്ള ഒരു യുവനിരെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്നെക്കാട്ടി ഒരു 10-15 വയസ്സ് മൂത്ത് എൻ്റെ കസിൻസിനെല്ലാം അമിതാഭ് ബച്ചനെയാണ്, ഇപ്പോൾ ഹിന്ദി സിനിമ പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചനെയാണ് ഒരു ഹരം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അല്ല എൻ്റെ പ്രായത്തിലുള്ള കസിൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ സംബന്ധിച്ച് ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാറൊക്കെ ആയിരുന്നു നമ്മുടെ ഇതെന്ന് പറയും. നമുക്കറിയാം അമിതാഭ് ബച്ചൻ ലെജൻഡാണെന്ന് അറിയാം, പക്ഷേ ഇതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 തലമുറ, അതായത് എൻ്റെ അമ്മൂമ്മയുടെ ജനറേഷൻ തൊട്ട് ഇപ്പോൾ 4 വയസ്സുള്ള എൻ്റെ മക്കൾ വരെയുള്ളവരുടെ ജനറേഷന് ഒരുപോലെ പറയുന്നൊരു പേരാണ് മോഹൻലാൽ. അത് ജീനിയസുകൾ അല്ലെ ലെജൻഡുകൾ ഇതിനെ അതിജീവിച്ച് പോകുന്നു, തലമുറകളെ അതിജീവിച്ച് ഉയർന്നു പറക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ സെറ്റ് ചെയ്ത ആ ട്രെൻഡ്. ഇത് ഇപ്പോൾ ടി വി കണ്ടാലും ബോറടിക്കില്ല. കാരണം ഈ തിരക്കഥ സിനിമ കണ്ടിട്ടാണ് ഞാനിത് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ട് പിന്നീട് ഇതൊരു ഫുൾ ലെങ്ത്തിൽ ഇരുന്ന് കാണുന്നത്.
ഇത് കാണുമ്പോഴുള്ള മൊമെന്റ്സ് അല്ലെങ്കിൽ അതിലെ പാട്ടുകൾ ഇന്നും എവിടെ പാട്ട് പ്ലേസ് ചെയ്യണമെന്നുള്ള ഫാസിൽ സാറിൻ്റെ ഒരു ബ്രില്യൻസ് ഫസ്റ്റ് മൂവി തൊട്ട് തന്നെ വളരെ പ്രകടമാണ്. ഇതിങ്ങനെയല്ല മണിച്ചിത്രത്താഴിലെ മോഹൻലാൽ എൻട്രി പറയുന്നുള്ളൂ. ഇതിൽ ഇങ്ങനെ ഈ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സിനിമയിൽ നമ്മൾ ഇയാൾ എന്ത് ചെയ്യുന്ന പോലും ചിന്തിക്കാതിരിക്കുന്ന ഒരു സിനിമത്താണ് ഗുഡ് ഈവനിങ് മിസ് പ്രഭാന ദേവേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം എൻ്റർ ചെയ്യുന്നത്. പിന്നീട് വായിച്ചറിഞ്ഞത് അദ്ദേഹത്തിന് ക്ലൈമാക്സ് ഫൈറ്റിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി കാലൊടിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ ആ ഫൈറ്റ് കണ്ടതൊന്നും തോന്നത്തില്ല. അവിടെ തന്നെ ആ നടൻ്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും. പിന്നെ അന്നൊക്കെ നമ്മൾ കാണുന്ന വില്ലന്മാരെന്ന് പറഞ്ഞാൽ ബാലങ്കി നായർ, TG രവി, KP ഉമ്മർ, ഇങ്ങനെ എന്താണ് വളരെ ഈ ദുഷ്ടത തോന്നുന്ന ടൈപ്പ് വില്ലന്മാരിൽ നിന്ന് വളരെ സോഫ്റ്റായിട്ട് ഇയാൾക്ക് എങ്ങനെ വില്ലനാവാൻ പറ്റുന്നതെന്ന് തോന്നും. തോളിയരിച്ച് വരുന്നു, വളരെ ഒരു ഇച്ചിരി ബണ്ണിയായിട്ടുള്ള ഒരു ഫേസാണ്. പക്ഷേ ആ ആദ്യത്തെ സീൻ കഴിയുമ്പോൾ തന്നെ ഇത് എന്തൊരു ക്രൂരനാണിത് എന്ന് തോന്നുന്ന ഒരു സ്റ്റൈലിലേക്ക് പോകും. ക്ലൈമാക്സിൽ ഇവരുടെ ഫൈറ്റിന് മുമ്പുള്ള സീൻ റാസ്പുട്ടീൻ നടക്കുന്നു TV-യിൽ. അപ്പോൾ ശങ്കർ ഇങ്ങനെ വീട്ടിലേക്ക് കയറി റാറാ റാസ്പുട്ടീൻ ഇന്നും ത്രില്ലടിപ്പിക്കുന്ന പാട്ടിങ്ങനെ നടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് മോഹൻലാൽ ഇങ്ങനെ ഇരുട്ടിൽ ഒരു ഹാഫ് ഷെയ്ഡിൽ നരേന്ദ്രൻ നിൽക്കുകയാണ്. ഒന്നും മനസ്സൊന്ന് പാളിപ്പോവും. നമ്മൾ ഇയാളെ ആരാധിക്കണോ അതോ വില്ലനെ ആരാധിക്കണോ എന്നൊന്ന് പാളിപ്പോവും. അത്രയും നല്ലൊരു ഇതാണ് ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലെജൻഡുകൾ, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആദ്യത്തെ ഇന്നിങ്സ് പോലെ, യുവരാജ് സിംഗിൻ്റെ ആദ്യത്തെ ഇന്നിങ്സ് പോലെ ഇവർ വരുമ്പോൾ ഒരു വരവാണ്, ഒരൊറ്റ വരവാണ്. അതൊരു ഹാഫ് ചാൻസസ് പോലും അവർക്ക് അനുകൂലമായി കൺവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അത്ഭുതം തന്നെയാണ് മോഹൻലാൽ. അത് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിടത്താണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഇപ്പോൾ നമ്മൾ ഈ തുടരും സിനിമ കണ്ടിട്ട് പലരും പറയും ജോർജ് സാറ് അതിലൊരു വലിയ ഘടകമാണ് പ്രകാശ് വർമ്മ ചെയ്തത് എന്ന് പറയുന്നതിൻ്റെ എത്രയോ മേളിൽ നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു കഴിഞ്ഞു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ.